ഓരോ രാത്രിയിലും ഓരോ വേശ്യകളെ തൻ്റെ മുറിയിലെത്തിച്ചിരുന്ന ഒരു വിശുദ്ധനുണ്ടായിരുന്നു. വിശുദ്ധ വിറ്റാലിസ്. പാലസ്തീൻ ഗാസയിലെ ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം. 60 വയസ്സ് പ്രായമുള്ള അവസരത്തിലായിരുന്നു അദ്ദേഹം ഇപ്രകാരം ചെയ്തിരുന്നത്. അലക്സാൻഡ്രിയയിലേക്ക് പോയി അവിടെയുള്ള വേശ്യകളെയായിരുന്നു അദ്ദേഹം നിത്യവും മുറിയിലെത്തിച്ചിരുന്നത്. അവിടെ എത്തി അദ്ദേഹം ആദ്യം ചെയ്തിരുന്നത് നഗരത്തിലെ വേശ്യകളുടെയെല്ലാം പേരുകൾ ശേഖരിക്കുകയായിരുന്നു. അതിനുശേഷം എന്തെങ്കിലും ജോലി അന്വേഷിച്ചിറങ്ങും. ഒരു കൂലിത്തൊഴിലാളിയായിട്ടാണ് വിറ്റാലിസ് അധികവും ജോലി ചെയ്തിരുന്നത്. പാറപൊട്ടിക്കൽ പോലെയുള്ള കഠിനമായ ജോലികളാണ് വിറ്റാലിസ് ചെയ്തിരുന്നത്. അങ്ങനെ കിട്ടുന്ന പണം കൊണ്ടാണ് അദ്ദേഹം വേശ്യാവൃത്തിയെടുത്ത് ജീവിച്ചിരുന്ന സ്ത്രീകളെ തൻ്റെ മുറിയിലെത്തിച്ചിരുന്നത്. ഇപ്പോൾ ഈ വിശുദ്ധനെക്കുറിച്ച് പല ചിന്തകളും ധാരണകളും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം. പക്ഷേ എന്തിനായിരുന്നു അദ്ദേഹം കഠിനാധ്വാനം ചെയ്തതെന്നും സ്ത്രീകളെ മുറിയിലെത്തിച്ചതെന്നും അറിയുമ്പോൾ ആകാംക്ഷ നടുക്കമായി മാറും. ശരീരം വിറ്റ് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന ആ സ്ത്രീകൾക്ക് ദിവസം തോറും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന തുക കൊടുത്ത് അവരോട് ഈ വിശുദ്ധൻ രാത്രി മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചു. ശരീരത്തെയും ലൈംഗിക തൃഷ്ണകളെക്കാളും വലുതാണ് ആത്മാവും സ്വർഗവും എന്ന് പഠിപ്പിച്ചു. ഓരോ മനുഷ്യ ശരീരത്തിന്റെയും മാന്യത പഠിപ്പിച്ചു. വിശുദ്ധന്റെ ഈ വാക്കുകൾ അവരിൽ മാനസാന്തരത്തിന്റെ ഫലമുളവാക്കി. പലരും തങ്ങളുടെ പാപ വഴികൾ ഉപേക്ഷിച്ചു ക്രിസ്തുവിന്റെ അനുയായികളായി മാറി. വിശുദ്ധ വിറ്റാലിസിന്റെ ഈ ശുശ്രൂഷകളെക്കുറിച്ച് അറിയുമ്പോൾ നാം ഓരോരുത്തരും തീർച്ചയായും അത്ഭുതപ്പെട്ടു പോകും. എത്രയോ മഹത്തായ ശുശ്രൂഷയാണ് അദ്ദേഹം നിർവഹിച്ചിരുന്നത്. ക്രിസ്തുവിനെ കൊടുക്കാൻ എത്രയോ വ്യത്യസ്തമായ വഴികളാണുള്ളതല്ലേ.